ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ പറയുന്നതും ഒന്നുമായിരിക്കില്ല ശരികൾ. സത്യം ചെരിപ്പിടുമ്പോഴേക്ക് നുണ ലോകം മുഴുവനും സഞ്ചരിച്ചു മടങ്ങി വരുമെന്ന് പറയുന്നത് പോലെയാണ്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോ നമുക്കറിയാം, മറുനാടൻ ഷാജന്റെ വിഷയമൊക്കെ വന്ന സമയത്ത് അൻവർ മറുനാടനെ വിടാതെ പിന്തുടരുകയും വേട്ടയാടുകയും ഒരു MLA മുന്നിൽ നിർത്തി നന്നായി കളിച്ച സമയത്തൊക്കെ നമ്മൾ മറുനാടന് കട്ടയ്ക്ക് പിന്തുണ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. കാരണം മറുനാടനെ പോലെ സത്യസന്ധമായി വാർത്തകൾ ആളുകളിൽ എത്തിക്കുന്നതിനു വേണ്ടി ത്യാഗം സഹിക്കുന്ന ആളുകളെ നമ്മൾ പിൻപറ്റണം, നമ്മൾ പിന്തുണയ്ക്കണം. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും സമൂഹത്തിനു വേണ്ടി അവർ പോരാടുന്നത് കൊണ്ട് അവരെ പിടിച്ചു നിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന നിലയ്ക്കാണ് നമ്മളെല്ലാവരും ആ രൂപത്തിൽ പിന്തുണച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴിതാ പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭമായിരിക്കല്ലേ, അങ്ങനെ ആയിരിക്കല്ലേ സത്യം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുകയാണ്. ഇപ്പൊ ഇന്നലെ ജെറുസലേമിൽ നിന്നും റീനയുടെ ഒരു ലൈവ് കണ്ടിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ സംതിങ് ഉള്ള ഒരു ലൈവാണ്. അതിനകത്ത് ഇസ്രായേൽ വംശജരായ 2 പേരെ തേക്കടിയിലെ ഷോപ്പിൽ നിന്നും ഇറക്കി വിട്ട് അവരെ അപമാനിച്ച ഒരു സംഭവമുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഷാജൻ ചെയ്ത ഒരു വീഡിയോയെ കുറിച്ച് നല്ല രൂപത്തിൽ റീന വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നും ഫണ്ട് പറ്റി കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഷാജൻ സ്കറിയ പറ്റിക്കുന്നു എന്ന രൂപത്തിലാണ് റീന സംസാരിച്ചത്. റീനയുടെ അഭിപ്രായമാണത്. റീനയ്ക്ക് അവർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സ്വാതന്ത്ര്യവുമുണ്ട് ഈ രാജ്യത്ത്. അതോടൊപ്പം തന്നെ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ വഖഫ് വിഷയത്തിൽ പരൂക്ഷമായി നിൽക്കുന്നു. തുടക്കത്തില് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വാർത്തയെ ഗൗരവപൂർവം പരിഗണിച്ചില്ല. ആ മുനമ്പത്തെ ആളുകൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും പ്രതിസന്ധികളും ഒക്കെ ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ, ഈ പ്രശ്നത്തിന്റെ കൃത്യമായ രൂപത്തിലുള്ള ദോഷമായ വശങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അധിക മാധ്യമങ്ങളൊന്നും തയ്യാറാകാതെ നിന്ന സമയത്ത് BJP എന്ന സംഘടനയും ജനം എന്ന TV ചാനലും എന്ന് വേണ്ട ഷെക്കൈന ചാനൽ പോലെയുള്ള ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളും ഈ വിഷയം ലൈവായി നിർത്തി. ഇത് ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുകയും ഈ രാജ്യത്തെ മുഴുവൻ സ്വസ്ഥതയെയും സമാധാനത്തെയും ബഹുസ്വരതയെയും സാരമായി ബാധിക്കുന്ന രൂപത്തിലേക്ക് ഈ വഖഫ് എന്ന കൊള്ള പോകുന്നത് കൊണ്ട് മറ്റു മാധ്യമങ്ങളും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ നിർബന്ധിതരായി. അങ്ങനെയാണ് ഈ വിഷയം ഇന്ന് നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തുന്നത് തന്നെ. വലിയ രൂപത്തിൽ ഈ വിഷയം ചർച്ചയാകുന്നു, ഒരുപാട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോ പല ആളുകളും പിന്നീട് ഈ സമരപന്തലിലേക്ക് വരുന്നു. മുനമ്പത്ത് കിടപ്പാടം നഷ്ടപ്പെട്ടു പോകും എന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യവുമായി പിന്നീട് അതുവരെ കൂടെ നിന്ന ആളുകളെ ഈ വന്ന ആളുകളൊക്കെ തേക്കുന്നു. അവരെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്നു. അതിനെയാണ് റീന നല്ല രൂപത്തിൽ വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അച്ഛന്മാർ ശരിക്കു പറഞ്ഞാൽ മുനമ്പത്തുള്ളവരെ പറ്റിക്കുകയാണ് എന്നാണ് റീന പറയുന്നത്. RSSകാര്, BJPക്കാര്, ഹിന്ദു ഐക്യവേദി തുടങ്ങിയ ഒരുപാട് സംഘടനകൾ ഈ സമരക്കാരെ പിന്തുണച്ച് രംഗത്ത് വന്നു. അവരെ കൂടി പറ്റിക്കുന്ന, RSSനെയും പറ്റിക്കുന്ന, BJPയെയും പറ്റിക്കുന്ന, ഇവരോട് അനുഭാവമുള്ള സകല ആളുകളെയും സംഘടനകളെയും പറ്റിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അച്ഛന്മാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും, നിങ്ങൾക്ക് നാണമുണ്ടായിരുന്നോ ഇവരെ പിന്തുണയ്ക്കാൻ, ഇവര് ബുദ്ധിയില്ലാത്ത കഴുതകളാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്ന രൂപത്തിലാണ് റീനയുടെ സംസാരം.
ഒരു വ്യത്യസ്തമായ പ്രതികരണമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പ്രതികരണം നിങ്ങളിലേക്ക് റിവ്യൂ രൂപത്തിൽ എത്തിക്കുന്നത്. കേൾക്കാം. ഇവിടെ ഇപ്പൊ ഞങ്ങള് അതിനിടയിൽ പല തൽപര കക്ഷികളും അവരുടെ അവകാശങ്ങളും അവരുടെ താല്പര്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി ഈ സമരത്തിന് ഞങ്ങളോട് ചേർന്ന് വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ താല്പര്യങ്ങളെ ഞങ്ങൾ നടത്തി കൊടുക്കില്ല, അവർക്ക് വേണ്ടി ഞങ്ങൾ ഒത്താശ ചെയ്യില്ല എന്ന് ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരത്തിൽ നേടും. നാണം കെട്ട BJP-ക്കാരാ, നീയൊക്കെ വല്ലവരും പോയി ഈ വൃത്തികെട്ടവന്മാർക്ക് മൂട് താങ്ങി കൊടുക്കുമോ? ഈ ചെറ്റ അച്ഛന്മാർക്ക് വല്ലവരും പോയി മൂട് താങ്ങി കൊടുക്കുമോ? ഇവന്മാര് നിങ്ങളുടെ കൂടെ നിന്ന് ഇളിച്ചു കാണിച്ചോണ്ട് അപ്പുറത്ത് അവന്മാർ മേശയിട്ട് കൊടുത്താൽ അതിന് മേളിൽ പോയി ഇരുന്ന് സൽക്കാരം നടത്തുന്നവന്മാരായി ഈ വൃത്തികെട്ടവന്മാര്. പാവം ക്രിസ്ത്യാനിയെ കൊലയ്ക്ക് കൊടുക്കാൻ ഒരു മടിയും ഇല്ലാത്ത നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഇവന്മാർക്കായി? ഇന്ന് ഈ മുനമ്പം വിഷയം ഇത്രയും ചർച്ചയായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വന്ന് അവിടെ കയറി ഇരുന്നത് കൊണ്ടാണോ? അതോ കോൺഗ്രസ് കയറി മുൻപത്തെ സമര പന്തലിൽ കയറി ഇരുന്നത് കൊണ്ടാണോ? ഇടാ മണ്ണും ചാലും നിന്നവൻ പെണ്ണും കൊണ്ടുപോയത് കണക്ക് BJP-ക്കാരൻ തന്റെ എന്താ പറയുന്ന നാടിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വന്നത്. ഇത് BJP-ക്കാർക്കെന്നുള്ളതോ ഇത് രാഷ്ട്രീയപരമായിട്ട് ഇത് കാണേണ്ട ഒരു വിഷയമല്ല. ഇത് ഇന്ത്യയിലുള്ള സകലമായ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ട് ഇതിനെ കാണേണ്ട സമരമാണ്. അല്ലാതെ BJP കോൺഗ്രസും അവിടെ കയറി ചെന്നില്ല, കമ്മ്യൂണിസ്റ്റും കയറി ചെല്ലാത്ത BJP ചെന്ന് അവിടെ ചെന്ന് സംസാരിക്കുകയും BJP അവിടെ ചെന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. തന്നെയുമല്ല, BJP വിഷയത്തിൽ നിരന്തരം ഇടപെട്ടു. ആര് പിന്തുണയ്ക്കുന്നു ആര് എതിർക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഇത് രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഏതാനും കുറച്ചാളുകളെ 616 വീട്ടുകാരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നാളെ ഇവർ നമ്മുടെ ഓരോരുത്തരുടെയും പ്രോപ്പർട്ടി വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു വരും. അതുകൊണ്ടാണ് കൃത്യമായ രൂപത്തിൽ BJP ഇതിനകത്ത് ഇടപെടുന്നത്. അപ്പോഴാണ് ഇത് വിഷയമായിട്ടും ഇത് ചർച്ചയായിട്ടും ഇത് കേരളക്കാരെ ഒന്നടങ്കം എടുത്തു വെച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അവസാനം വരെ കൂടെ നിന്നവൻ ഒരു വിലയും ഇല്ല നിലയും ഇല്ല. നീയൊക്കെ നിന്റെയൊക്കെ ആഗ്രഹവും പൂതിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നീയൊക്കെ പറഞ്ഞുകൂടായിരുന്നു ചെറ്റകളെ നിന്റെ സമരപ്പന്തലിൽ വന്നപ്പം. കള്ള അച്ഛന്മാരെ വെള്ളയിട്ട ശവക്കല്ലവകളെ നിനക്കൊക്കെ ചെറ്റകൾക്ക് പറയാൻ അറിയത്തില്ലായിരുന്നോ? ഞങ്ങൾക്ക് BJP-യുടെ ഒരു സപ്പോർട്ടും വേണ്ട, ഞങ്ങൾക്കറിയാം ഈ സമരത്തിൽ എങ്ങനെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ്. അതൊരു പോയിന്റാണ്. ഇപ്പോ BJP കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നെന്നും ഈ സമരക്കാരെ മുൻനിർത്തി അവരെന്തൊക്കെയോ തൽപര കക്ഷികൾ നേടാൻ ശ്രമിക്കുന്നെന്നും ഒക്കെ ഇപ്പോൾ പാസ്റ്റർമാര് വന്ന് സമരപന്തലിനെ അഭിസംബോധന ചെയ്ത് അവർ ഐക്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. തുടക്കത്തിലെ നിങ്ങൾക്കിത് പറയാമായിരുന്നു. അതൊരു പോയിന്റാണ്. ഈ ഇടതനും വലതന്റെയും മാത്രം സപ്പോർട്ട് മതി ഞങ്ങൾക്ക് RSSന്റെയോ BJP-യുടെയോ ഹിന്ദു ഐക്യവേദിയുടെയോ അതല്ലെങ്കിൽ മറ്റ് ഒരു സംഘടനയുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയണമായിരുന്നു. നിങ്ങളെ നിങ്ങളാക്കിയപ്പോൾ ഇതിങ്ങനെ തന്നെ വരിക. നമ്മളെ നടുക്കടലിൽ നിന്നാൽ ഒരു നായയും ഉണ്ടാകില്ല. നമ്മൾ കരയിലേക്ക് അടുക്കുമ്പോൾ 100 കണക്കിന് കരങ്ങൾ നമുക്ക് എതിരെ ഇങ്ങനെ നീങ്ങി വരും കൈതരാൻ വേണ്ടിയിട്ടേ. നടുക്കടലിൽ നിൽക്കുമ്പോൾ ഒരാളും ഉണ്ടാകത്തൂല്ല. കാല് പിടിച്ചാണെങ്കിൽ ഞങ്ങളുടെ കാര്യം നടത്തിയെടുക്കാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് സംസാരിച്ച് ഞങ്ങളുടെ കാര്യം നടത്തിയെടുക്കാൻ ഞങ്ങൾക്കറിയാം. BJP-ക്കാരും വേണ്ട, ഒന്നും വേണ്ട, നിനക്കൊക്കെ പറയാൻ അറിയത്തില്ലടാ ചെറ്റകളെ. അപ്പൊ നിന്റെയൊക്കെ കാര്യം നടത്തി തരാൻ വേണ്ടിയിട്ട് അവരൊക്കെ നിന്റെയൊക്കെ സമരപ്പന്തലിൽ എന്നിട്ട് നീ കാര്യം നടത്താൻ വേണ്ടിയിട്ട് മിനി ജോയ് എന്നാത്തിനാ നീ തുള്ളുന്നേ? നിന്റെ അമ്മയെ കൊണ്ട് കെട്ടിക്കാനായിട്ട്, നിന്റെ അമ്മയെ കൊണ്ടുപോയി ഒരു തുലുക്കന് കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കാനായിട്ട് നിന്റെ അമ്മയെ കൊണ്ടുപോയി തുള്ളി കൊടുക്കുന്നത് ചേച്ചയ്ക്കുണ്ടായവനെ. എടി നിനക്കിത് കേട്ടിട്ട് എന്തുവാണ് തോന്നിയത്? മിനി ജോയ് കഴിവേറി എന്താത്തിനാ നീ തുള്ളുന്നേന്നോ? നിന്റെയൊക്കെ ആസനത്തിനകത്ത് കയറി അവന്മാർ കൊതം കൊണ്ട് കയറ്റി വെച്ചു. ആസനത്തിനകത്ത് അവന്മാര് എന്താ പറയുക മിസൈൽ കയറ്റി വെക്കുമ്പോൾ നീയൊക്കെ പഠിച്ചോളൂ കൂടി ചെറ്റകളെ. ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് നിനക്കൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ ബോധമില്ലേടി വിവരം കിട്ടവന്മാരെ. എടാ ജിഹാദ് എത്രത്തോളം നമ്മുടെ നാട്ടിൽ പടർന്നു കഴിഞ്ഞു. നിങ്ങൾ എന്താ തലച്ചോറ് ഉണരാത്തത്? പന്ന ചെറ്റകളെ, നിനക്ക് തലച്ചോറോടെ പോയി കിടക്കുന്നു. ഞാൻ വികാരം കൊള്ളുന്നതിന് പിന്നെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനകത്ത് ഈ ടെററിസ്റ്റുകളുടെയും ഈ തീവ്രവാദികളുടെയും പ്രവൃത്തികൾ കണ്ടു വളരുന്നത് കൊണ്ടാണ്, കണ്ടു ജീവിക്കുന്നത് കൊണ്ടാണ്. ഇതിന്റെ ഭയാനകത എത്രത്തോളം വലുതാണ്. ഇവിടെ ചേർത്ത് നിൽക്കാൻ രാജ്യമുണ്ട്. ഇന്ത്യക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി ആരോട് സംസാരിക്കാൻ, ആര് ചേർത്ത് നിൽക്കാൻ? ആകെയുള്ളത് BJP-യും RSS മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ ഏത് ചെറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്? എന്നിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത പൊട്ടത്തികളെ പോലെ വന്നിരുന്നിട്ട് എന്റെ ലൈവ് കാണാനിരിക്കുന്നു. എന്താ കേരളത്തിൽ നടക്കാൻ പോകുന്നു? ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, പിന്നെ ഫുഡ് ജിഹാദ്, മണി ജിഹാദ്, പോരാത്തിന് മെഡിക്കൽ ജിഹാദും കൂടി ഇറങ്ങിയിരിക്കുക. ഇങ്ങനെ ജിഹാദ് എന്ന് പറഞ്ഞ് ഓരോ രീതികളിലും ജിഹാദ് വളർന്നുകൊണ്ടിരിക്കും തോറും ഈ മൂട്ടിന് താഴെ തീ കയറിയാൽ പോലും ഈ വൃത്തികെട്ട ചെറ്റകൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ കൂടുതൽ എന്താ പറഞ്ഞു തരേണ്ടത്? ഇതിൽ കൂടുതൽ എന്താ പറഞ്ഞു തരേണ്ടത്? നിങ്ങൾക്കറിയാതെ നിങ്ങൾ ഹരി പ്ലീസ് ഇതുപോലത്തെ വീഡിയോ താങ്കളുടെ വില കളയുമെന്ന്. എന്തിന്? അവരവരുടെ അഭിപ്രായമല്ലേ പറയുന്നേ. അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർ പറയുന്നതിലെ ചില വസ്തുതകളുണ്ട് ഇതിനകത്ത്.
ഈ സമരക്കാർക്ക് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചു വരാൻ, അവരുടെ വേദനകൾ കാണാൻ, ഒരു ഫോട്ടോ എടുത്ത് ഒരു പോസ്റ്റ് ചെയ്യാൻ പോലും ഒരാളും മുന്നോട്ട് വരാതിരുന്ന സാഹചര്യത്തിൽ BJPയും RSSും ഹിന്ദു ഐക്യവേദിയും നമ്മളെ പോലെയുള്ള ഒരു പിടി ഓൺലൈൻ ചാനലുകാരും ജീവൻ പണയം വെച്ച് ഈ വിഷയം വീഡിയോ ചെയ്തു. നിങ്ങൾ കാണുന്നോ? ഈ വഖഫിന്റെ വിഷയം വന്നതോടുകൂടി എന്റെയൊക്കെ ചാനലിന്റെ റേറ്റിംഗ് കുത്തനെ താഴോട്ട് പോയി. എന്നിട്ടും ഈ വിഷയം വിട്ടില്ല. എന്താ ഇതിന്റെ പിന്നിലെന്നറിയാമോ? വലിയ രൂപത്തിൽ ഒരു ചെയിൻ ഉണ്ട് ഇവർക്ക്. ഞാനൊരു വീഡിയോ ഇടുന്നു, 1 മണിക്കൂർ കൊണ്ട് 42,800 റിപ്പോർട്ട് ഒരൊറ്റ വീഡിയോയ്ക്ക് വരുക. അപ്പോൾ ഇവരുടെ ചെയിൻ എത്രമാത്രം വലുതാണ്. ഇവർക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കാൻ, എല്ലാവരെയും അടിച്ചമർത്താൻ, ഉന്മൂലനം ചെയ്യാൻ, വായ മൂടിക്കെട്ടാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഈ സാഹചര്യത്തില് മറ്റെല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത കൊടുക്കാൻ നിർബന്ധിതരായത് ആദ്യം മുന്നോട്ട് വന്ന ആളുകളുടെ ബലം കണ്ടിട്ടാ. ഞങ്ങളൊക്കെ ഈ വഖഫ് വിഷയത്തിൽ തുടക്കം മുതൽ ഇവരോടൊപ്പം നിന്നവരാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടതനും വലതനും ആ വേദിയിൽ വന്നിട്ട് ചില തൽപര കക്ഷികൾ മുസ്ലിം വിരോധം തീർക്കാൻ വേണ്ടി മറയാക്കി ഇതിനെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കും. പിന്നെ അവരെ തെറി പറയുന്നവരെ തിരിച്ച് പൂമാലയിട്ട് സ്വീകരിക്കാൻ അവര് ഗാന്ധിയൻ സിദ്ധാന്തം പിൻപറ്റുന്ന ആളൊന്നുമല്ല. ചിലപ്പോൾ തിരിച്ച് പറഞ്ഞെന്നിരിക്കും. ഇവര് പറയുന്ന പച്ചയ്ക്കുള്ള വസ്തുതകളുണ്ട്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, ഞാൻ ഇവരുടെ ആശയക്കാരിയല്ല. ഇവര് പറയുന്നതെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ. അവർക്ക് അവരുടേതായിട്ടുള്ള മതവിശ്വാസമുണ്ട്, രാഷ്ട്രീയമുണ്ട്. എനിക്കും എന്റേതായിട്ടുള്ള മതവിശ്വാസമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അത് രണ്ടും നിലനിൽക്കുമ്പോൾ തന്നെ പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും പറയുന്ന വസ്തുതകളെ അംഗീകരിക്കാനും സാധിക്കണം. അവര് പറയുമ്പോ നിങ്ങൾ എന്തിനാ ഇത്രയും വെകിളി കൊള്ളുന്നത്? ഈ സമയത്ത് നീയൊന്നും ഭാവിയെ ഓർത്തോ, ഫ്യൂച്ചറിനെ ഓർത്തോ, നിന്റെയൊക്കെ മക്കളെ ഓർത്തോ, സമൂഹത്തെ ഓർത്തോ നീ ചിന്തിക്കുന്നില്ല. ഈ ജിഹാദ് എന്ന് പറയുന്നതിന്റെ ഭയാനകതയും വെർഷനും നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പോഴും തലച്ചോറ് ഉണരാത്ത ജനമേ. നിങ്ങൾക്ക് ഇതിന്റെ നിനക്കൊക്കെ പൂട്ടടിക്കാനോ അറിയാം. ഞാൻ വേറൊന്നും പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മനസ്സിലായോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പോൾ അച്ഛന്മാരെന്ന് പറയുന്ന വെള്ള തേച്ച ശവക്കല്ലറകള് BJPക്കാരെ സമരപന്തലിൽ കൊണ്ടുവന്നിരുത്തി അവരെ കൊണ്ട് കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നീയൊക്കെ പറയണമായിരുന്നു. ഇപ്പോൾ ജോഷി അച്ഛൻ ഒരു ചാനൽ ചർച്ചനകത്ത് കയറി ഇരുന്നിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എന്തുവാ? ഞങ്ങളുടെ മെത്രാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും വോട്ടിടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മെത്രാൻ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഞങ്ങൾ വോട്ടെടുത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പറഞ്ഞിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും വോട്ടെടുത്തില്ലെന്ന്. അതുകൊണ്ട് BJPക്കാർ ചിന്തിക്കരുത് അവർക്ക് അനുകൂലമായിട്ടാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് BJPക്കാർ ചിന്തിക്കരുതെന്ന്. എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളൊക്കെ മൂഞ്ചി. ഇവരുടെ വിഷയങ്ങൾ ആരും ചർച്ച ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് പിന്തുണ കൊടുത്ത് കൂടുതൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തിച്ച് കേന്ദ്ര സർക്കാർ വരെ ഇടപെടുന്ന വിഷയത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നെത്തിച്ചത് BJPയാണ്. ഒടുവിൽ അമിത്ഷാ പറഞ്ഞു, ആരെതിർത്താലും ശരി വഖഫ് ഭേദഗതി ബില്ല് ഞങ്ങൾ പാസ്സാക്കിയിരിക്കും. ഇതുവരെ എത്തിച്ചത് ആരാ? നമ്മുടെ നാട്ടിൽ ഇടതനും വലതനുമല്ല. കൃത്യമായ രൂപത്തിൽ ഇവരിടപെട്ടത് കൊണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് അവരെയും കൊണ്ടുവന്ന് വേദിയിൽ ഇരുത്തിയിട്ട് ഞങ്ങളുടെ മെത്രാൻ ഇടതനെയും വലതനെയും പിന്തുണയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് BJP കട്ടിലിൽ കിടന്ന് പനിക്കണ്ട, നിങ്ങൾക്കാണ് വോട്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഫലം കിടക്കുവോളം നാരായണ. ശരി മക്കളാ, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവന്മാർ മൂഞ്ചിയ മക്കളാണെന്ന് വേണം പറയാനായിട്ട്. മനസ്സിലായോ? ഈ പാതിരിമാർ, ഈ വെള്ളമടിച്ച ശവക്കലറുകളായ ഈ അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വെളിവും വെള്ളിയാഴ്ച ഒന്നും വരത്തില്ല. ഇപ്പോഴും കോൺഗ്രസ് ഭരിക്കണമെന്നും കോൺഗ്രസിന്റെ ഭരണം വരുമെന്ന് ആഗ്രഹിക്കുന്ന കെട്ടുതാലി വരെ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നിന്റെയൊക്കെ കെട്ടുതാലി വരെ എടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്യും? ഈ ആസനം താങ്ങികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇന്ത്യ മഹാരാജ്യത്തെ വിറ്റ് കൈ ഇടക്കാൻ വേണ്ടിയിട്ട് 2013 മൻമോഹൻ സിംഗ് ഉണ്ടാക്കി വെച്ച വഖഫ് എന്ന് പറയുന്ന ഒരു പുതിയ നിയമത്തിനകത്ത് ഭേദഗതി വരുത്തി വെച്ചിട്ട് പറഞ്ഞു ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും സ്വത്ത് വരെ അവന്മാർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ സത്യം പറഞ്ഞ വഖഫിന്റെ സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല. നമ്മുടെ ലാൻഡുകൾ നമുക്ക് മുമ്പ് വഖഫിന്റെ സൈറ്റിൽ കയറിയാൽ എല്ലാ വിഷയവും കിട്ടുമായിരുന്നു, എല്ലാ വിവരവും കിട്ടുമായിരുന്നു, പിൻ ഡ്രോപ്പ് പോയിന്റ്സ് ആയിട്ട് കിട്ടുമായിരുന്നു. ഇപ്പം ആ സൈറ്റ് അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അതല്ലെങ്കിൽ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. വഖഫിന്റെ സൈറ്റിൽ ഞാനും കയറി, ഇല്ല ഇന്ന സൈറ്റ്. ജയിലാണോ ഇരിക്കുന്നത് അതോ നമ്മുടെ ലാൻഡുകൾ സേഫ് ആണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ വഖഫിന്റെ സൈറ്റിൽ കയറി നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വഖഫിന്റെ സൈറ്റ് ഇതാക്കി വെച്ചിരിക്കുക. എന്തുകൊണ്ടാ? ആരും കയറി കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുവരെ അവർ തന്ത്രപരമായി ചെയ്തു കഴിഞ്ഞു. ഇന്നലെ മൊത്തം ഞാൻ കൂത്തിയിരുന്നു വഖഫിന്റെ സൈറ്റിൽ കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടും എനിക്ക് സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ജനങ്ങൾ നോക്കാൻ തുടങ്ങി എന്നുള്ളത് മനസ്സിലായി. വഖഫിന്റെ സൈറ്റ് കയറി
അതുകൊണ്ടാണ് ഇവന്മാർ എന്ത് ചെയ്യുന്നത്, ഈ എന്താ പറയുന്നത്, വഖഫിന്റെ സൈറ്റ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. റെനി, സത്യത്തില് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ആശയമാണിത്. ഭയപ്പെടണം. നമ്മുടെ നാട് ആ രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ യാഥാർത്ഥ്യമാണ്. ഇവര് നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത് മൊത്തം ഈ വിഭാഗമായി കഴിഞ്ഞു. അവര് തീരുമാനിക്കും ഈ നാട്ടിൽ എന്ത് നടക്കണം, ഏത് നടക്കണം. എനിക്കെതിരെ ഒരു MLA, ഒരു മന്ത്രി, ഒരു MP ഒക്കെ കേസിന് പോയേക്ക്. എന്താ കാരണം? മതസ്പർദ്ധയുണ്ടാക്കുന്നു. നമ്മുടെ മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പറഞ്ഞാൽ അത് സ്പർദ്ധ. അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് പറ്റുമോ? മുഖ്യമന്ത്രിക്ക് പറ്റുമോ? MLAക്ക് പറ്റുമോ? MP ക്ക് പറ്റും? ആർക്കും പറ്റില്ല. കാരണം എന്താ? അവരൊക്കെ ഇവരുടെ മൂടുതാങ്ങികളാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് ഈ നടക്കുന്ന ഇത്ര വലിയ ഈ തലയ്ക്ക് മേളിൽ വെള്ളം കയറുന്നത് പോലെ, സുനാമി ആനടിച്ച് വരുന്നത് പോലെ ഇവന്മാരുടെ ജിഹാദ് നാടിനെ മുഴുവനും കാർന്നു നിന്നിട്ടും ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഇനി അച്ഛന്മാര് തുണ്ടക്കാണും തുണിയക്കാണും ദൈവം നിന്നെയൊക്കെ ഓടിക്കുമടാ കൃത്യട്ടവന്മാരെ. ഞാനാ പറയുന്നത്, യെരൂശലേമിൽ നിന്നുകൊണ്ടാ പറയുന്നത്. എടാ കള്ളപ്പാതിരിമാരെ, എടാ ചെറ്റകളെ, നീ എന്നോടൊക്കെ അന്നേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളയിട്ട പാതിരിമാരെ പോലെ ഭയങ്കര സമാധാന പ്രേമികൾ, മതസൗഹാർദ്ദം മൂത്തവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീയൊക്കെ നടന്നാലും നിന്റെ കൂടെ ക്രിസ്ത്യാനി സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തള്ളി വിടുന്നവന്മാരെ സൂക്ഷിക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവന്മാരെ നീയൊക്കെ സൂക്ഷിക്കണം. ഞാൻ പല അച്ഛന്മാരെയും കോൺടാക്ട് ചെയ്തു, മെത്രാന്മാരെയും ഞാൻ കോൺടാക്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അച്ഛാ, നടക്കുന്നത് വലിയൊരു അപകടമാണ്, കേരളം വലിയൊരു ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ മഹാരാജ് കൈവിട്ട കളിയിലാണ്, ഇന്ത്യയെ രക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിലും ആരുണ്ട്, ഇന്ത്യയെ സംരക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിലും നരേന്ദ്രമോദിയുടെ ഭരണം അവിടെ കിടപ്പുള്ളത് കൊണ്ടും ആ നരേന്ദ്രമോദിയുടെ ഭരണം. പക്ഷെ കേരളത്തിന്റെ കയ്യിൽ ഭരണം ആരുടെ കയ്യിൽ കിടക്കുന്ന? സുഡാപ്പികളുടെ കയ്യിൽ കിടക്കുക, കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും കയ്യിൽ കിടക്കുക. ഇവന്മാരുടെ കാലുതാങ്ങി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല, നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും പൊട്ടച്ചന് അവന് മേടയിൽ പോയി കുത്തി നിറച്ച് തിന്നണം, അവന് പെണ്ണു പിടിക്കാൻ പോകണം, അവന് കണ്ണു പിടിക്കാൻ പോകണം, അവന് സുഖിച്ച് കടത്തി നടക്കണം. അവന് മനുഷ്യരുടെ വിഷയങ്ങൾക്കൊന്നും വിഷയമില്ല. പിന്നെ എന്തിനാണ് കള്ളന്മാരെ വൃത്തിയോട്ടന്മാരെ ലോകമായിട്ട് നടക്കുന്നത്? എടാ, നീയൊക്കെ പിന്നെ എന്തിനാണ് ലോകമായിട്ട് നടക്കുന്നത്? ക്രിസ്ത്യാനിയുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് മറൈൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്വന്തം ജനതയാണെങ്കിലും ശരി, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആശയം, നമ്മുടെ ആദർശം ഒക്കെ അവിടെ നിൽക്കട്ടെ. ആര് തന്തയിലാഴിക കാണിച്ചാലും തുറന്നു പറയാൻ ഇവർ ശ്രമിക്കുന്നത് കൊണ്ടല്ലേ ഇവരോട് ഇത്രയും ആളുകൾക്ക് വിരോധം, അല്ലേ? പക്ഷെ ഇവർ പറയുന്നത് വിശ്വസിക്കാനും ഇവർ പറയുന്ന ചില വസ്തുതകൾ ഒപ്പിയെടുക്കാനും ഇവിടെ ആളുകളുണ്ട്. സ്വന്തം ജനതയാണെങ്കിൽ പോലും തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അവരത് തുറന്നു പറയുന്നു. നമ്മുടെ ഉസ്താദുമാർ ചെയ്യുന്നതെല്ലാം ഞമ്മന്റെ ആളുകൾ എന്ത് ചെയ്താലും മറച്ചു വെക്കണം, ഞമ്മന്റെ ന്യൂനത നമ്മൾ മറച്ചു വെക്കണം. എന്നാൽ പഠിച്ചുകൊണ്ട് നമ്മുടെ ന്യൂനത മറച്ചു വെക്കുമെന്ന് ഒരു ആശയം പിൻപറ്റുന്നവരല്ല അവരാരും. അപകടം വരുന്നുവെന്ന് മണത്തറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെയൊക്കെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ കുറച്ചേ ഉണ്ടായിട്ട് പോലും നീയൊക്കെ എന്തെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടാണ് ഗവൺമെന്റ് കയറിയത്? എലിസബത്ത് ഇപ്പൊ ഈ വഖഫിന്റെ ബില്ലിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എത്ര ക്രിസ്ത്യൻ MLAയും MP-മാരും ഉണ്ട്? മിണ്ടിയോ ആരെങ്കിലും? ഈ ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കാൻ ഇവരും ഉണ്ടായിരുന്നു. എത്രമാത്രമാണ് ഇവർ ഈ നാടിനെ ഒറ്റുകൊടുക്കുന്നത്? ജോർജ്, നീ വലിയ വിശ്വാസിയാണെങ്കിൽ തെറിയും നാറിയ വർത്തമാനം പറയുമോ? ഇത് കേൾക്കാൻ നിൽക്കുന്നവരും വെറും വിഡ്ഢികള്. നിന്റെ ആസനത്തിനകത്ത് കയറി വെടിവെക്കുന്നവനോട് ചെന്ന് പറയടി, ചേച്ചയ്ക്കുണ്ടായവളെ പറഞ്ഞ മനസ്സിലായടി കഴിവേറി. നിന്റെ ആസനത്തിൽ കയറി വെടിവെക്കുന്നവന്മാരുണ്ടല്ലോ, തുലുക്കന്മാർ, അവനോട് പോയെന്ന് പറ, എന്റെ പൊതത്തിനകത്തോട് വെടിവെക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. നീ ഇവിടെ കയറി വലിയ വിശ്വാസി ചമയാൻ ഇവിടെ ഇങ്ങോട്ട് വരണ്ട. നിന്നെപ്പോലുള്ള വിശ്വാസികളാണ് കൂട്ടിക്കൊടുപ്പുകാരന്മാരെക്കാളും ഘട്ടമായിരുന്നുകൊണ്ട് കേരളത്തിലെ ഒന്നടങ്കം ജനത്തിനെ കൂട്ടിക്കൊടുക്കുന്നത്. വിശ്വാസി എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് അനീതി കാണുന്ന സമയത്ത് മിണ്ടാതിരിക്കണോ? ഞാൻ പല രമ്യമായും സമ്യമായ ഭാഷയിലൊന്നും നിന്നോടൊന്നും സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. കൈവിട്ട കളിയാകുമ്പോഴത്തേക്കും അത്രത്തോളം ശക്തമായ രീതിയിൽ ആയുധം എടുത്ത് പെരുമാറേണ്ട സമയത്ത് ആരും ആയുധം എടുക്കേണ്ടി വരും. മനസ്സിലായോ? അവൾ വന്നിരിക്കുന്ന വലിയ വിശ്വാസി എലിസബത്ത് ജോർജ്. കണ്ട തുലുക്കന്മാരുടെ കൂടെ പോയി നീയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവന്മാരുടെ വഴിയിൽ മക്കളെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നാട്ടു മുഴുവനും ജീവിച്ചിട്ട് കാര്യമുണ്ടോ? വിവരം കെട്ടവളുമാര് ലവ് ജിഹാദിന് വേണ്ടിയിട്ട് പുറകെ നടക്കും. നാട്ടിൽ വേറെ പിള്ളേരെയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് മുസ്ലിം ഇസ്ലാം മതത്തിൽപ്പെട്ടവന്മാരുടെ പുറകെ മൂടും താങ്ങി നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്, ഇതുപോലെ ചെറ്റകള്. എലിസബത്ത് ജോർജ്, നിന്നെപ്പോലുള്ള കൊതം കൊടുത്ത് ജീവിക്കുന്നവന്മാർക്ക് കേൾക്കാനുള്ളതല്ലടി എന്റെ ബ്ലോഗ്. മനസ്സിലായോ? എന്നെ കേൾക്കാൻ നിൽക്കുന്നവരൊക്കെ ഒന്നും നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരല്ല, നിന്നെപ്പോലെ കൊതം കൊടുത്ത് ജീവിക്കുന്നവരല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പറയുന്നത് വലിയ ന്യായെ പോലെ വലിയ വിശ്വാസിയെ പോലെ ഒന്നും നീ ഒന്നും കമന്റ് ഇടരുത്. പറഞ്ഞ മനസ്സിലായോ? കുഞ്ഞാടിറങ്ങിയിരിക്കുന്നു ചെറ്റകള്. കുഞ്ഞാടിന്റെ പേര് അണിഞ്ഞിട്ട് ചെറ്റകളെ നീയൊക്കെ കുഞ്ഞാടിന്റെ പേരും ഇട്ട് അണിഞ്ഞാണ് ഇങ്ങനെ കൂട്ടിക്കൊടുപ്പുകാരന്മാരെക്കാളും കഷ്ടമായിട്ട് ജീവിക്കുന്നത്. അന്തസ്സായിട്ട് നില്ലടാ.
ചങ്കൂറ്റത്തോടെ നില്ലടാ. ആണും പെണ്ണും എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് ചങ്കൂറ്റത്തോടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ 1921 എടുത്ത വാളുമാർ വീണ്ടും എടുക്കും. മനസ്സിലായോ? ഇസ്രായേലിൽ വന്ന ഹമാസ് തീവ്രവാദികൾ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു വീഡിയോ ഇവര് തുടക്കം തന്നെ കാണിക്കുന്നുണ്ട്. റീന 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തേച്ചു മിനുക്കാൻ മടിയില്ല. അപ്പോൾ ഉമ്മമാര് കരയണ്ട, ഞങ്ങളിവിടെ തന്നെ ഉണ്ട്, ഒന്നും കൂടി അത് തേച്ച് മിനുക്കാനും അരയിലൊന്ന് മുറുക്കാനും ഞങ്ങളിത് അസന്നദ്ധരായി ഇറങ്ങിയിട്ടുണ്ട്. ദീനിനെ രക്ഷപ്പെടുത്താൻ ഉമ്മമാരെ കരയല്ലേ, ഞങ്ങൾ റെഡിയാണ് അടുത്തൊരു യുദ്ധത്തിന്. ഇവര് പറയുന്നതിൽ എത്രയോ വസ്തുതകളുണ്ടെന്നേ. ബലാത്സംഗം ചെയ്തിട്ട് പോയതുപോലെ ഇവന്മാര് ചിലപ്പോൾ തെരുവിലിട്ട് നിങ്ങളൊക്കെ ഭോഗിച്ചെന്നിരിക്കും. അന്ന് നീയൊക്കെ കിടന്നു കൊടുക്കണം വേണ്ടി ജഡ്ജകളെ. ഇത് പറയുന്നതിന്റെ സീരിയസ്നെസ്. റമനാഥ് ഹസാൻ ആറം നല്ല ഭാഷാ പ്രയോഗം. സ്വന്തം വീട്ടിൽ അനിൽകുമാർ അതൊരു പോയിന്റ് ആണ്. അതായത് നമുക്കിപ്പോ സംഘികളാണ്, BJP-ക്കാരാണ്, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഇപ്പൊ ഈ സന്ദീപ് വാര്യരുടെ വിഷയം തന്നെ ഒക്കെ നമുക്കറിയുന്ന വസ്തുതകളാണ്. പക്ഷേ ചില കാര്യങ്ങളുണ്ടല്ലോ അവർ ചെയ്യുന്നത് വസ്തുനിഷ്ഠമായി നമുക്ക് അംഗീകരിക്കാതെ പറ്റില്ല. കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ, ഈ സുഡാപ്പി തീവ്രവാദികൾക്കെതിരെ, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ മടിക്കാത്ത ഭീകരർക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ അവരെ കൊണ്ടേ കഴിയും. ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇരുന്നത് കൊണ്ട് മാത്രമല്ലേ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യാൻ കഴിഞ്ഞത്. നമ്മുടെ മൗനി ബാബയായ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇരുന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം എന്തവസ്ഥയിലായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന പശ്ചാത്തലം, ഇസ്മായിൽ ഹനിയയുടെ തലതെറിച്ച സംഭവം, യഹ്യാ സിൻവാറിന്റെ തലയെടുത്ത സംഭവം, മയ്യത്ത് നമസ്കരിച്ച സംഭവം, വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന സംഭവം, ഏക സിവിൽ കോഡിന്റെ സംഭവം, എന്തെല്ലാം വിഷയങ്ങൾ ഈ നാട്ടിൽ നടന്നു. എന്തൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുമായിരുന്നു ആലോചിച്ച് നോക്കിക്കേ. നമ്മളിപ്പോൾ RSSും BJP-യും പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ആളുകളൊന്നുമല്ല. മനുഷ്യ സഹജമാണ് ഏത് വസ്തുതകളുമായിട്ടും എതിരഭിപ്രായവും അനുകൂലവുമായിട്ടുണ്ടാകുക എന്നുള്ളത്. ഇപ്പം ഞാനും ഡോക്ടർ ആരിഫും ഞങ്ങൾ ഒരേ തുണിയിൽ സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ ആശയപരമായി ഞങ്ങൾക്കിടയിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതുണ്ടാകണം. മനുഷ്യ സഹജമാണ്. അത് മനുഷ്യന്മാരുടെ പ്രത്യേകതകൾ. ഇപ്പോൾ ഒരു വീട്ടിലുള്ളതെല്ലാം വിശ്വാസികൾ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വേണ്ടേ, ഉണ്ടാകണ്ടേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ വിമർശനം ആരോഗ്യകരമായിരിക്കണം, അത്രേ ഉള്ളൂ. പഠിച്ചതായിരിക്കും. ഇല്ല, ഉമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചതാ. നിന്റെ ഉമ്മയല്ലേ ഉസ്താദ്മാർക്ക് കൊതം കൊണ്ട് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ആ വഴിയിൽ നിന്റെ ഉമ്മ കുറെ പഠിപ്പിച്ചതാടാ എന്നെ. കൊതം പ്രേമികളോട് ഇങ്ങനെ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. കൊതം പ്രേമികളോട് നിന്നോട് നല്ല സഭ്യമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. റംനാഥ് ഹസൻ ആറം എവിടുന്നാ ഇപ്പൊ പഠിച്ചെന്ന് മനസ്സിലായോ? ഈ ഭാഷ ഞാൻ പഠിച്ചത് നിന്റെ ഉമ്മ കൊതം കൊണ്ട് കൊടുക്കാൻ പോയ സമയത്ത് എനിക്ക് പറഞ്ഞു തന്ന ഭാഷയാണ്. പിടികിട്ടിയോ? അതുകൊണ്ട് റംനാഥ് ഹസൻ പറയാം, വീട്ടിലെ ഉമ്മയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് പൂട്ടി വെക്കാൻ പറ. അപ്പൊ ഈ ഭാഷകളൊന്നും കിട്ടത്തില്ല, ബാക്കിയുള്ളവർ ഈ ഭാഷ കേൾക്കത്തുമില്ല. എന്റെ ഉമ്മയുടെ അടുത്ത് ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടിക്കെട്ടി വെക്കാൻ പറ. ഇറങ്ങിയിരിക്കുന്നു വിവരം കെട്ടവന്മാര്. നിന്നോടൊക്കെ ഈ ഭാഷയിൽ സംസാരിക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ലോകത്തിലുള്ളവന്മാർ എല്ലാവരും സംസാരിക്കുമ്പോഴത്തേക്കും ബ്ലോഗർമാരെ പോലെ എന്തുവാ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് എനിക്ക് ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ല. എന്റെ പ്രതിപക്ഷത്തിരിക്കുന്നവന്മാർ സാത്താനുകളാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പ്രതിപക്ഷം ബഹുമാനം കൊടുക്കാനാ? വിവരം കെട്ടവന്മാരും ചെറ്റകളും പിന്നെ രാജ്യത്തെ ദ്രോഹിക്കുന്ന രാജ്യദ്രോഹികളും സ്വന്തം മക്കളെ കൂട്ടിക്കൊടുക്കുന്നത് പോലെ. പിന്നെ അച്ഛന്മാർക്കും ഭാര്യമാർക്കും കുടുംബവും ഗോത്രമൊന്നും ഇല്ലല്ലോ. അവർക്ക് വല്ല കുമ്പസാര കൂട്ടി വരുന്ന വെമ്പിളരെ കിട്ടിയാൽ അവരെ ഭോഗിക്കാം, മടത്തി പോയാൽ കിട്ടും, അവിടെയും ഭോഗിക്കാം. പിന്നെ ഓടി നടന്ന് ലോഡ്ജുകളിലും കയറി നടന്ന് ഭോഗിക്കാം അച്ഛന്മാർക്ക്. റംനാഥ് ഹസാൻ ആറം നിന്നെ കണ്ടാൽ അറിയാൻ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതല്ല. അത് സത്യമാണ്. റംനാഥ് ഹസനെ നിന്നെ കണ്ടാലേ അറിയാൻ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതെന്നുള്ളത്. നിന്റെ ഉമ്മ മലപ്പുറത്ത് ബോധം കൊടുത്താൽ നിന്നെ ഉണ്ടാക്കിയെന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? നിന്റെ ഉമ്മ ഓടി നടന്ന് ബോധം കൊടുത്താൽ നിന്നെ ഉണ്ടാക്കിയിട്ടെന്ന് അത് നല്ല. അവരെ അനാവശ്യമായിട്ട് പ്രകോപിപ്പിക്കുകയും മറ്റും ചെയ്യുമ്പോഴാണ് അവർക്കും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മുടെ തന്നെ ചാനലില് നിങ്ങൾ എത്ര അഡ്മിന്മാരുണ്ടായിട്ടും ചില ആളുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? വന്നിട്ട് അനാവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് അവരും ആ രൂപത്തിൽ സംസാരിക്കാൻ നിർബന്ധിതരാകുന്നതാണ്. അല്ലാതെ ആ സംസ്കാരത്തിൽ തന്നെ വളരണം, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല. ഇപ്പോൾ നമ്മളൊരു ലൈവിൽ വരുന്നു, നമ്മൾ ആരെങ്കിലും ഇവരെ ഏതെങ്കിലും രൂപത്തിൽ വിമർശിക്കണം എന്ന് വിചാരിച്ചിട്ട് വരുന്നതാണോ? അല്ല. വന്നിട്ട് ഇവന്മാര് പറയുന്ന ഭാഷകൾ എന്താ? ഇന്നലെ ഒരുത്തം വന്നിട്ട് കണ്ടില്ലേ, ഉടുപ്പ് കുറച്ചുകൂടി ഒന്ന് താഴ്ത്താമോ? അപ്പോൾ
സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ മലയാളികളല്ലേ, നമ്മൾ പറയും വീട്ടിൽ പോയിട്ട് ഉമ്മാടെ തുണി അഴിച്ചു നോക്കുമെന്ന്. അങ്ങനെ പറയാൻ നമ്മളെ ഇവർ നിർബന്ധിതരാക്കുന്നതാണ്. അപ്പോ റീനയുടെ ലാംഗ്വേജിന്റെ പിന്നാലെ അല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പോകേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരുപാട് വസ്തുതകൾ ഇതിനകത്തുണ്ട്. നമ്മൾ എന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ മാക്സിമം ശരിയായി പോകണം. നമ്മൾ നല്ല രൂപത്തിൽ സഭ്യമായി തന്നെ പ്രതികരിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ പ്രതികരിച്ചു പോകുന്നതാണ് മാന്യമായി വിമർശിക്കാൻ. പക്ഷെ ഞാൻ തെറിയൊന്നും പറയാറില്ല കേട്ടോ, എന്നാലും പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ ഈ വഖഫ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ദേശീയ മുസ്ലിം എന്നറിയപ്പെടുന്ന അബ്ദുള്ള കുട്ടി വളരെ ശക്തമായ രൂപത്തിൽ ഒരു പ്രതികരണം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, അധിക മാധ്യമങ്ങളും ആ വാർത്തയെ തള്ളാനാണ് ശ്രമിച്ചത്. കാരണം അദ്ദേഹം പറയുന്നതിൽ ഒരുപാട് വസ്തുതകൾ ഉണ്ടായിരുന്നു. ആ വസ്തുതകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തരുത് എന്ന് ചില ആളുകൾ ആഗ്രഹിച്ചു. മോദിയാണ് സത്യം, അമിത് ഷാജിയാണ് സത്യം, ഈ വഖഫ് ഭേദഗതി ബില്ല് നിയമമായി മാറും. ഇന്ത്യയിൽ നിന്ന് കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? എട്ടണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ച ചിലർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി, ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോയി. ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, എനിക്ക് പരിചയമുള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ കാഫറികളെ കണ്ടാൽ സലാം ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ചില മുരാക്കന്മാരുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഹറാമാണ്, ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഹറാമാണ്. കാഫറികളുടെ സ്വത്ത് എങ്ങനെയാണ് വഖഫ് ഭൂമിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും വിചിത്രമായ ഒരു നിയമം സൃഷ്ടിച്ച രാജ്യമാണ് ഈ രാജ്യം. ഈ നിയമം തിരുത്തണ്ടേ? കൃത്യമായി പറഞ്ഞാൽ ശരിയല്ലേ? അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും മാത്രം ആഗ്രഹിച്ച് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതോ നമ്മുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതോ ആയ ഏതെങ്കിലും വസ്തുവകകളോ വീടോ സ്ഥലമോ ഒക്കെ നമ്മൾ നൽകുന്നു. അതിനെ ഒരു കാരണവശാലും തട്ടിയെടുക്കുന്നതായിരിക്കരുത്, പിടിച്ചു പറിക്കുന്നതായിരിക്കരുത്, കള്ളം പറഞ്ഞും കബളിപ്പിച്ചും പറ്റിച്ചും വാങ്ങുന്നതായിരിക്കരുത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നൽകുന്നു, തൃപ്തിക്ക് വേണ്ടി. ഞാൻ മരണശേഷവും ഖബറിൽ കിടക്കുന്ന സമയത്ത് എനിക്കൊരാശ്വാസമായി, പാപമോചനമായി ഈ ചെയ്തതിന്റെ പേരിൽ നന്മ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് വഖഫിന്റെ ഒരു ഡെഫിനിഷൻ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു നൽകുന്നു. ഇവര് പിടിച്ചു പറിച്ചും കട്ടെടുത്തും മറ്റുള്ളവരെ ഒക്കെ വലിച്ചെടുത്ത് കബളിപ്പിച്ച് എന്തിനാ ഇങ്ങനെ കൊടുക്കേണ്ട കാര്യം എന്താ? അതെ, ആ ടോക്കിയോ ഷോട്ട് എന്തിനാ തട്ടമിടാൻ പറയുന്നത്? അവരുടെ ഒരു രീതി അതാ. തട്ടമിട്ടിട്ടാണെങ്കിൽ എന്തു തോന്നിയാസത്തിനും ഉള്ള മറയാണല്ലോ തട്ടം. ഇവർക്ക് ഇത്രയ്ക്കുള്ള ബുദ്ധിയേ ഉള്ളൂ. മറ്റൊരാളുടെ പേഴ്സണൽ ചോയ്സ് ആണത്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലെങ്കിൽ നിരാകരിക്കട്ടെ. അതിനൊരു പൊതുബോധം വേറെ വേണം. ഇത് മദ്രസയിൽ നിന്നും പഠിച്ചിട്ട് വരുന്ന ആളുകളായതുകൊണ്ടാണ് തലയിൽ തട്ടമിട്, തലയിൽ തട്ടമിട്, തലയിൽ തട്ടമിടെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഓക്കെ, ബോർഡിന്റെ ട്രിബ്യൂണലിന് മുന്നിൽ 19,000-ത്തിലധികം പരാതികൾ കെട്ടിക്കിടക്കുന്നു. തർക്ക വിഷയങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഈ കാണുന്ന 613 പേര് മാത്രമല്ല, 19,000 പരാതികളാണ് വഖഫ് വിഷയത്തിൽ വഖഫിന്റെ ട്രിബ്യൂണലിൽ കെട്ടിക്കിടക്കുന്നത്. അത്രയധികം ആളുകൾ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത മനഃപൂർവ്വം മുക്കാറാണ് പതിവ്. ഇന്ത്യയിൽ 10,000-കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. നിങ്ങളെ പോലെ ജനിച്ച മണ്ണിൽ, പൊക്കിൽ കുടി കുഴിച്ചിട്ട മണ്ണിൽ ഇന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന വഖഫ് ബോർഡിന്റെ ഭീഷണിയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഈ സമരത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഈ കൈയടിക്കുന്ന ആളുകൾ കുറച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്മിയോ കൊങ്ങിയോ ആ വേദിയിലേക്ക് വന്നാ പറയും BJP ഇതിനകത്ത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് റീനയും പച്ചയ്ക്ക് പറഞ്ഞത്. ആമുഖമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഒരു ബേജാറിന്റെ ആവശ്യമില്ല. വരുന്ന 25-ാം തീയതി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കും. ആ സമ്മേളനം തുടങ്ങട്ടെ. നരേന്ദ്രമോദിയാണ് സത്യം, അമിത് ഷാജിയാണ് സത്യം, ഈ വഖഫ് ഭേദഗതി ബില്ല് നിയമമായി മാറും.
ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചിലർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത്ര പിന്തുണയില്ല. ഞാൻ പറയുന്നു പ്രതിപക്ഷത്തുള്ള നിരവധി എംപിമാർ, ആ എംപിമാരൊക്കെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഈ ബില്ല് നിയമമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു പഴയ പാർലമെന്റ് മെമ്പറാണ് ഞാൻ, പഴയ MLA ആണ് ഞാൻ. കാരണം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹജ്ജ് കമ്മിറ്റിയെ ചെയർമാൻ എന്ന നിലയിൽ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന് കാരണം നമ്മുടെ രാജ്യത്ത് മുമ്പ് ഭരിച്ചവർ വഖഫ് ബോർഡിന് അമിതാധികാരം നൽകി. വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ള അമിതാധികാരം അത് സുപ്രീം കോടതിക്ക് മുകളിലാണ്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുകളിലാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഈ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ എല്ലാവരും നമ്മുടെ ദേശീയ പതാക കീഴിലാണ്, നമ്മുടെ ഭരണഘടന കീഴിലാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രാജ്യം മുമ്പ് ഭരിച്ചവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വഖഫ് ബോർഡിന് അനാവശ്യമായ അധികാരങ്ങൾ നൽകി. എന്താണ് ഞാൻ പറഞ്ഞല്ലോ, വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിന് മുമ്പിൽ 19,000 തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങളൊന്നും കാലാനുസൃതമായി പരിഹരിക്കുന്നത് നീട്ടി കൊണ്ടുപോകുന്നു. പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ ഇവിടെ മുൻപത്തെ 600 കുടുംബങ്ങളാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു വില്ലേജ് മുഴുവൻ 1500 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റേതാണെന്ന് പറയും. തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ 100 കണക്കിന് കൊല്ലങ്ങളായി ഹിന്ദുക്കൾ താമസിച്ചു വരുന്നത്. ഒരൊറ്റ മുസ്ലിം പോലും നാമമാത്രമായിട്ട് പോലുമില്ല. ഒരു പള്ളിയില്ല, ഒരു മദ്രസയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് വഖഫിൻ്റെതാണെന്ന് ഇവർ അവകാശപ്പെടുന്നത്? ഇവർക്ക് കിട്ടിയ ഈ നിയമമാണ് ഇവിടെ വില്ലനായത്. കാരണം ഈ നിയമം അനുസരിച്ച് ഏത് പ്രോപ്പർട്ടിയും ഇവർക്ക് സ്വന്തമാക്കാം, ഇവർക്ക് ക്ലെയിം ചെയ്യാം. ഈ അധികാരം എടുത്തു മാറ്റണമെന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ ഭരണഘടന ഉണ്ടായിരിക്കെ, സുപ്രീം കോടതി വരെയുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ, അതുക്കും മേലെ ഒരു ശരീഅത്ത് നിയമം നിലവിൽ നിൽക്കുന്നു. നമുക്ക് ഈ വിഷയം വന്നപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് അല്ലേ? ഇങ്ങനെ ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് മതാധിപത്യ ഭരണ നിയമമോ? ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇതെന്ത് തുല്യതയാണെന്ന് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്. നിഷാദെ, സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വഖഫ് ബോർഡ് ഇന്ത്യയിൽ നെഹ്റു രൂപീകരിക്കാനുള്ള പശ്ചാത്തലം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ 2 ബ്രിട്ടീഷുകാർ വെട്ടിമുറിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായി. ഇന്ത്യയിൽ നിന്ന് കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? എട്ടണക്ക് കത്തി വാങ്ങി കൊത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ച ചിലർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി, ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോയി. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് മുദ്രാവാക്യം വിളിച്ച ടീം ഒന്നുകൂടെ മറന്നടാ, ഒന്നുകൂടെ മറന്നടാ. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ആ ടീം. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച അതേ ടീം. അവരുടെ സ്വത്തെല്ലാം ഉപേക്ഷിച്ചാണ് പോയത്. എന്നാൽ അതുപോലെ അതിനേക്കാൾ ഇരട്ടി ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വന്നു. പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ ആ ഭൂമിയൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് അവർ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. പക്ഷേ നെഹ്റു ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ ഭൂമി വഖഫ് ബോർഡ് ഉണ്ടാക്കി വഖഫ് ബോർഡ് നൽകിയായിരുന്നു. അത് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ആ ഭൂമി എങ്ങനെയുണ്ട്? പാകിസ്ഥാൻ വരെ കാലോചിതമായും സന്ദർഭോചിതമായും ചിന്തിച്ച് അന്ന് പലായനം ചെയ്യപ്പെട്ട ആളുകളുടെ ഭൂമി പാവങ്ങൾക്ക് നൽകി. നെഹ്റു വഖഫ് ബോർഡിന് നൽകി. വ്യത്യാസം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് മതത്തിന്റെ പേരിൽ ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് ഭാഗിച്ചു പോയി. അവകാശവും വാങ്ങിപ്പോയി. ഭൂമി മാത്രമല്ല, പണവും അധികാരവും എല്ലാം വാങ്ങിപ്പോയതിനു ശേഷം വീണ്ടും അവരെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തുന്ന നെഹ്റുവിന്റെ ഉള്ളിലെ മുറിയൻ വികാരം അധികം ആളുകൾക്ക് അറിയില്ല. പക്ഷെ അത് അധികം വൈകാതെ തന്നെ മറനീക്കി പുറത്തു വരും. നമുക്ക് കാണാം. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഉറപ്പുവരുത്തുന്നില്ല. മാത്രമല്ല, വഖഫ് ബോർഡിന് പിന്നീട് ഒരുപാട് അധികാരം നൽകി. സുപ്രീം കോടതിയേക്കാൾ വലിയ അധികാരം, അതുപോലെ തന്നെ ഭരണഘടനയേക്കാൾ വലിയ അധികാരം. ആ അധികാരം ആണ് ഇന്ന് പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. നിങ്ങളറിയോ, കോൺഗ്രസിന്റെ ഭരണകാലത്ത് വഖഫിന് നൽകിയിട്ടുള്ള അവസാനത്തെ ഒരു ഭേദഗതി അഹിന്ദുക്കൾക്കും അമുസ്ലിങ്ങൾക്കും
വഖഫ് ചെയ്യാം എന്നുള്ള വളരെ വിചിത്രമായ ഒരു നിയമമാണ്. അതായത് അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി മരിച്ചു പോയാലും ഖബറിൽ നമുക്ക് പ്രതിഫലം ലഭിക്കണം. ഇപ്പൊ ഞാനൊരു ഭൂമി നൽകിയാൽ അവിടെ പള്ളി നമസ്കാരം, അവിടെ എത്രകാലം നമസ്കാരം നിലനിൽക്കുന്നു അത്രത്തോളം പ്രതിഫലം എനിക്ക് കിട്ടണം. ഈ അമുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് പ്രതിഫലം വാങ്ങിക്കൊടുക്കുന്നത്? ഈ അഹിന്ദുക്കളുടെ പ്രതിഫലം എങ്ങനെയാണ് ഇവർക്ക് ലഭിക്കുന്നത്? ക്രിസ്ത്യാനികള്, ഹിന്ദുക്കളൊക്കെ ആയിട്ടുള്ള കാഫിറുകൾ വഖഫ് ചെയ്താൽ എങ്ങനെ പ്രതിഫലം കിട്ടും? ആരാന്റെ മുതൽ പിടിച്ചെടുക്കാനുള്ള തന്ത്രം കണ്ടോ? ആ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ മുഴുവൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഇതെന്ത് നിയമമാണ് നിങ്ങൾ അറിയുമോ? ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, എനിക്ക് പരിചയമുള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ കാഫറിങ്ങളെ കണ്ടാൽ സലാം ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ചില മുലാക്കന്മാരുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഹറാമാണ്, ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഹറാമാണ് എന്നൊക്കെ പറയുന്നവരുടെ നാട്ടിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങൾക്കും വഖഫ് ചെയ്യാം. കാഫിറുകളുടെ സ്വത്ത് എങ്ങനെയാണ് വഖഫ് ഭൂമിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും വിചിത്രമായ ഒരു നിയമം സൃഷ്ടിച്ച രാജ്യമാണ് ഈ രാജ്യം. ഈ നിയമം തിരുത്തണ്ടേ? ഇത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ചില യാഥാർത്ഥ്യങ്ങൾ ആളുകൾ തുറന്നു പറയുമ്പോൾ അവരുടെ തലേ കയറിയിട്ട് കാര്യമില്ല. അവര് പറയുന്നതിലെ ചില സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം. അതിന്റെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇരട്ടത്താപ്പ് എന്താന്ന് പറഞ്ഞിട്ട്. അതായത് അവൻ പറയുന്നുണ്ട്, കേരളത്തിൽ വന്നിട്ട് ഇസ്രായേലി പൗരികൾ ചെയ്തുകൊണ്ട് പോയത് വലിയ തെറ്റാണ്, വലിയൊരു അവർ കാണിച്ചു കൂട്ടിയ വലിയൊരു പോക്കൃത്തരമാണ്, അതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവൻ വാർത്ത ചെയ്തത്. എടാ, കേരളത്തിലുള്ള ഇസ്രായേലിൽ വന്ന കൊച്ചിക്കാരായിട്ടിരിക്കുന്ന അവർ വന്നപ്പോൾ അവർ കണ്ട കാഴ്ച ഇവിടെ കേരളത്തിൽ യഹൂദനുമുണ്ട്. കേരളത്തിൽ യഹൂദന്മാർ മറുനാടനെ സംബന്ധിച്ച് റീനയ്ക്ക് മനസ്സിലായ ചില യാഥാർത്ഥ്യം റീന പറയുന്നതാണ്. പോസ്റ്ററുകൾ വലിച്ചു കീറി എന്നുള്ളൊരു വാർത്തയെ കുറിച്ച് കൂടി അതിനകത്ത് തിരികെ കയറ്റി. അതിന്റെ ആവശ്യം അവന് വരുന്നില്ല. പക്ഷേ അവൻ രണ്ടു വെള്ളത്തിലും കാലി ചവിട്ടി നിന്ന് നിഷ്പക്ഷനെ പോലെ സപ്പോർട്ട് പലസ്തീനികളെയും സപ്പോർട്ട് ചെയ്ത്, അതായത് കേരളത്തിലെ സുഡാപ്പികളെയും സപ്പോർട്ട് ചെയ്തിട്ട് എന്നാൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പേരിന് ഇസ്രായേലികൾക്ക് വേണ്ടി ഒരു സപ്പോർട്ടും കൊടുക്കുന്ന രീതിയിലാണ് അവന്റെ ഒരു വാർത്ത. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഇരട്ടത്താപ്പ് എന്താന്ന് പറഞ്ഞിട്ട്. അതായത് അവൻ പറയുന്നുണ്ട്, കേരളത്തിൽ വന്നിട്ട് മറുനാടൻ എന്റെ രാജ്യം മാത്രമല്ല അങ്ങനെ. ഓക്കെ, കരയല്ലേ കരയല്ലേ ഉമ്മ കരയല്ലേ. കേട്ടല്ലോ മക്കളെ, ഒരിക്കല് കൊച്ചിനെ തലയിൽ തൂക്കി വെച്ചിട്ട് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നായിരുന്നു. ഇപ്പോഴാണ് 21 എടുത്ത വാൾ അറബിക്കടലിൽ മുങ്ങിയിട്ടില്ല, തേച്ചു മിനുക്കാൻ മടിയില്ല എന്നാണ് പറയുന്നത്. എന്താണ് 21 എടുത്ത വാളെന്നുള്ളത് ഓർക്കുന്നുണ്ടോ? മലബാർ ലഹള. മലബാർ ലഹള എന്ന് പറയുന്നത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയെയും കൂട്ടക്കുരുതി കൊടുത്ത ലഹളയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ 1921 ഞങ്ങൾ വാളെടുത്തതുപോലെയും ഞങ്ങൾക്ക് ഇപ്പോഴും വാളെടുക്കാൻ അറിയാം. അതിനെ ഞങ്ങളുടെ ദീനിനു വേണ്ടി, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മന്റെ മതം, അതാണ് ദീന്. മനസ്സിലായോ? അപ്പൊ നമ്മന്റെ മതത്തിന് വേണ്ടിയിട്ട് മൗലിയാക്കന്മാരൊക്കെ തെരവിലിറങ്ങി നടന്ന് ഇതൊക്കെ കേരളക്കാരെ അറിയത്തില്ലല്ലോ, ചർച്ച ചെയ്യത്തില്ലല്ലോ. നിങ്ങൾക്ക് ആരിട്ട് തരാനാ ഇതൊക്കെ? വാർത്താ ചാനലുകൾ നിങ്ങൾക്ക് തരുമോ? പറഞ്ഞു തരുമോ? നിങ്ങൾക്ക് വാർത്താ ചാനലുകളൊക്കെ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഇവരെല്ലാവരും സുഡാപ്പികളുടെ ഫണ്ട് വെട്ടി അതിനകത്ത് ഏറ്റവും വലിയ കൂതറയുണ്ട്. ഈ മറുനാടൻ എന്ന് പറയുന്ന ചെട്ടി എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവന്റെ കൊറോണ അടിച്ച് ഞാൻ പൊളിക്കും. നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മറുനാടൻ എന്ന് പറയുന്നവൻ ഭയങ്കര പറയുന്ന ഒലിപ്പീര് വാർത്ത. അവൻ 2 വെള്ളത്തിൽ കാലി ചവിട്ടി നിന്ന് അവനൊരു കളിക്കുക. അവന്റെ വ്യൂവർഷിപ്പിലാണ് അവൻ നോക്കുന്നത്. അവൻ വാർത്ത കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ സത്യം അറിയണം, സത്യം മനസ്സിലാക്കണം, സത്യം ഗ്രഹിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല അവൻ വാർത്ത കൊടുക്കുന്നത്. ഇനിയോ അവന്റെ വാർത്തകളെ പൊലിപ്പിച്ച് ഒരു പ്രത്യേക തരത്തിൽ വ്യൂവേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, അതായത് അവന്റെ ചാനലിന്റെ വ്യൂവർഷിപ്പിനെ കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ നിന്നും ഫണ്ട് വാങ്ങിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ മറുനാടൻ വാർത്ത കൊടുക്കുന്നത്. പാവം കുറെ RSSകാരെല്ലാം ഇവന്റെ വാക്കിൽ വീട് കിടക്കുക. ഈ മറുനാടൻ പറയുന്ന ഭയങ്കര ഇതുള്ളവനാണ്, നിഷ്പക്ഷനാണ് എന്നുള്ള ചിന്തയിലാണ് ഇവർ ചിന്തിക്കുന്നത്. അവൻ നിഷ്പക്ഷനുമല്ല, ഒരു മണ്ണാങ്കട്ടിയുമല്ല. ഇവൻ കഴിഞ്ഞ ദിവസം മറുനാടൻ ഒരു വാർത്ത പ്രചരിപ്പിച്ചു. ഏതാണ്? നമ്മുടെ ഇസ്രായേലികളെ ഇസ്രായേലിൽ നിന്നും വന്ന കാശ്മീരി ഭീകരന്മാർ ഇസ്രായേലികളെ കേരളത്തിൽ നിന്നും മാറ്റി പുറത്താക്കാൻ നോക്കുന്ന ഒരു വീഡിയോയെ കുറിച്ച് അവൻ പ്രചരിപ്പിച്ചു. ആ വീഡിയോയെ കുറിച്ച് അവൻ പ്രചരിപ്പിച്ചിട്ട്, അതായത് വാർത്ത കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും ആൾക്കാർ? അവന്റെ ബുദ്ധി നോക്കിക്കോണം. ഈ മറുനാടൻ എന്ന് പറഞ്ഞ ചെറ്റയുടെ ബുദ്ധി നോക്കിക്കോണം. അതായത് വാർത്ത കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും ആൾക്കാർ? വാർത്ത കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും, അയ്യോ മറുനാടൻ നിഷ്പക്ഷനായിട്ട് ഇത്രയും ഉണ്ടായിട്ട് പോലും
മറുനാടൻ നിഷ്പക്ഷനായിരുന്നിട്ട് പോലും ഈ വാർത്ത അവൻ കൊടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള തരത്തിൽ അവൻ കൊടുത്തതാണ് ആ വാർത്ത. പക്ഷെ അവൻ അതിനകത്തൊരു തന്ത്രം പ്രയോഗിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. അവൻ പ്രയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത്, അവൻ വാർത്ത കൊടുക്കാൻ ഉദ്ദേശിച്ചത് കാശ്മീരി തേക്കടിയിൽ വന്ന് ഇസ്രായേലി പൗരന്മാരെ കാശ്മീരികൾ അടിച്ചോടിക്കാൻ നോക്കുന്നതും ഒഴിച്ചുവിടാൻ നോക്കുന്നതും അതിനെ എതിർത്ത് നിന്ന് അവരുടെ നാട്ടുകാരെ കുറിച്ചും അവന്റെ കാശ്മീരി രാജ്യദ്രോഹ കുറ്റം ചുമത്തണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിനകത്ത് തിരികെ കയറ്റിയ ഒരു വാർത്ത, നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയുണ്ട്. അതിനകത്ത് തിരികെ കയറ്റിയ ഒരു വാർത്ത, കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ ഇസ്രായേലി സ്ത്രീകൾ വന്നപ്പോൾ അവിടെ അവർ അടിച്ചു വെച്ചിരുന്ന പോസ്റ്ററുകൾ വലിച്ചു കീറി എന്നുള്ളൊരു വാർത്തയെ കുറിച്ച് കൂടി അതിനകത്ത് തിരികെ കയറ്റി. അതിന്റെ ആവശ്യം അവന് വരുന്നില്ല. പക്ഷേ അവൻ രണ്ടു വെള്ളത്തിലും കാലി ചവിട്ടി നിന്ന് നിഷ്പക്ഷനെ പോലെ സപ്പോർട്ട് പലസ്തീനികളെയും സപ്പോർട്ട്, അതായത് കേരളത്തിലെ സുഡാപ്പികളെയും സപ്പോർട്ട് ചെയ്തിട്ട് എന്നാൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പേരിന് ഇസ്രായേലികൾക്ക് വേണ്ടി ഒരു സപ്പോർട്ടും കൊടുക്കുന്ന രീതിയിലാണ് അവന്റെ ഒരു വാർത്ത. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇരട്ടത്താപ്പ് എന്താന്ന് പറഞ്ഞിട്ട്. അതായത് അവൻ പറയുന്നുണ്ട് കേരളത്തിൽ വന്നിട്ട് ഇസ്രായേലി പൗരികൾ ചെയ്തുകൊണ്ട് പോയത് വലിയ തെറ്റാണ്, വലിയൊരു അവർ കാണിച്ചു കൂട്ടിയ വലിയൊരു പോക്കൃത്തരമാണ്, അതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവൻ വാർത്ത ചെയ്തത്. എടാ, കേരളത്തിലുള്ള ഇസ്രായേലിൽ വന്ന കൊച്ചിക്കാരായിട്ടിരിക്കുന്ന അവർ വന്നപ്പോൾ അവർ കണ്ട കാഴ്ച ഇവിടെ കേരളത്തിൽ യഹൂദനുമുണ്ട്, കേരളത്തിൽ യഹൂദന്മാരും താമസിക്കുന്നുണ്ട്. അല്ലാതെ കേരളം എന്ന് പറയുന്നത് കേവലം അമ്മന്റെ രാജ്യം മാത്രമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യഹൂദന്മാരും കേരളത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് തിരിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്, ന്യായമുണ്ട്. അവർക്ക് വിരോധമായി അവരെ കുറിച്ച് ആഭാസമായ തരത്തിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചാൽ അത് വലിച്ചു കീറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറുനാടൻ ചെറ്റയെ കുറിച്ച് പലരും വീഡിയോ ചെയ്തപ്പോൾ അവർക്കെതിരെ അവൻ വീഡിയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർ കിട്ടിയില്ലേ? മറുനാടൻ എന്ന് പറയുന്ന ചെറ്റയെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അവൻ അവർക്ക് വിരോധമായി ചെയ്യുവാനുള്ള വീഡിയോ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെയാണ് ഇന്ത്യക്കകത്ത് യഹൂദന്മാരുമുണ്ട്. അല്ലാതെ സുഡാപ്പികൾ മാത്രമല്ല ഉള്ളത്, ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉള്ളത്, ഹിന്ദുക്കൾ മാത്രമല്ല ഉള്ളത്. അപ്പോൾ യഹൂദന്മാർ ഇന്ത്യക്കായി തോന്നുമ്പോൾ ആ യഹൂദന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാർക്കുണ്ട്, അവർക്കൊണ്ട് യഹൂദ സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർ കണ്ടതുകൊണ്ട് വലിച്ചു കീറിയത്. അപ്പൊ അതൊന്നും വലിയ ആനക്കാര്യമായിട്ട് എടുത്ത് തിരികെ കയറ്റി എന്ത് ചെയ്യേണ്ട പറയേണ്ട കാര്യമൊന്നും മറുനാടൻ വരുന്നില്ല. പക്ഷേ ഈ വൃത്തികെട്ടവൻ 2-3 വാർത്തകൾ ഇടയ്ക്കായിട്ട് ചെയ്തപ്പോൾ അതിന് തിരികെ കയറ്റി ഈ ഇസ്ലാമിക ആൾക്കാരുടെ സപ്പോർട്ടും കൂടി മേടിക്കുന്ന രീതിയിൽ, അതായത് ഹിന്ദുക്കൾ വിചാരിക്കണം പോലെ ക്രിസ്ത്യാനികൾ വിചാരിക്കണം പോലെ ഞാൻ അവരെ ആ സപ്പോർട്ട് ചെയ്യുന്ന ഇവൻ പക്ക കോൺഗ്രസിന്റെ ഫണ്ട് വാങ്ങിച്ച് കളിക്കുന്ന ഒരു വൃത്തികെട്ടവൻ. ഇവൻ അറിയാമല്ലോ മുനമ്പം വിഷയം എന്താണ്, വഖഫ് വിഷയം, വഖഫ് നീരാളിയാണെന്നൊക്കെ അറിയാമോ. എന്നിട്ടും അവൻ വീണ്ടും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. നരേന്ദ്രമോദി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എന്തുവാ കോൺഗ്രസ് ഭരണം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും കെട്ടുതാലി വരെ ഇവന്മാർ എടുത്തുകൊണ്ട് പോയി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി തന്നെ ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഈ ചെറ്റകൾക്ക് അറിയത്തില്ലേ? എടാ, ഇനിയും കോൺഗ്രസിനെ ഭരിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ഈ തീവ്രവാദികളായ വഖഫ് എന്ന് പറയുന്ന ലാൻഡ് ജിഹാദ്, ഇതൊരു ലവ് ജിഹാദ് പോലെ ഒരു ലാൻഡ് ജിഹാദാണ് വഖഫ് ജിഹാദ് എന്ന് പറയുന്നത് തന്നെ. നിങ്ങൾ അറിയാത്ത വളരെ വലിയ പൊളിറ്റിക്ക് ഇവിടെ നിങ്ങൾ അറിയാത്ത വലിയ പൊളിറ്റിക്ക് രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ മറുനാടൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ അവൻ മനഃപൂർവ്വം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസിനെ ഭരണത്തിൽ കൊണ്ടുവരാൻ അവനും ഇതിനകത്ത് ഒത്തുകളിക്കുകയാണ്. എന്താണെന്നറിയാമോ? ജിഹാദികൾക്ക് വേണ്ടിയിട്ട് ഈ കോൺഗ്രസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ജിഹാദികൾക്ക് ഈ രാജ്യം പിടിച്ചെടുക്കുവാൻ കോൺഗ്രസ് വഴി ജിഹാദികൾക്ക് അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റീന പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. അവരുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കേണ്ടതുമുണ്ട്. വഖഫ് വിഷയത്തിലാണെങ്കിലും കോൺഗ്രസിനെ ഈ കേരളത്തിലെ അച്ചായന്മാർ പ്രീണിപ്പിക്കുന്ന വിഷയത്തിലാണെങ്കിലും ശരി, ഇതിനകത്ത് നമുക്ക് കൊള്ളാൻ ഒരുപാട് വസ്തുതകളുണ്ട്. 2013 മൻമോഹൻ സിംഗിന്റെ അൺലിമിറ്റഡ് ആയിട്ട് മുസ്ലിങ്ങൾക്ക് അധികാരം നൽകി, വഖഫ് ബോർഡിന് അധികാരം നൽകി, ആരുടെ ഭൂമിയും പിടിച്ചെടുക്കാവുന്ന രൂപത്തിൽ ഭേദഗതി നിയമം പാസ്സാക്കിയിട്ട് പോലും കോൺഗ്രസിനെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറാകാത്തതിന്റെ പേരിൽ അവരെ വിമർശിക്കാൻ ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ എന്തിനാണ് വടിയെടുക്കുന്നത്, വാളെടുക്കുന്നത്? നമ്മൾ വായി തോന്നുന്നതൊന്നും വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസിനെ അധികാരത്തിൽ വീണ്ടും കൊണ്ടുവരാൻ, ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി അവരുടെ കയ്യിൽ കൊടി കൊടുക്കാൻ, അവരുടെ കയ്യിൽ അധികാര കസേര കൊടുക്കാൻ ഇവിടെ തുള്ളി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് അച്ചായന്മാർ. അവരെ കുറിച്ചിട്ടാണ് അവരാ പറയുന്നത്. ആഷിഫയോടാണ് ഞാൻ ഈ പറയുന്നത്. ആഷിഫ കേട്ടില്ലേ? ഇതെന്റെ ലൈവാ. അവര് പറയുന്ന അഭിപ്രായം നമ്മൾ മാനിക്കേണ്ടതുണ്ട്. ആ വിഷയം തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. അവരുടെ ആളുകളുണ്ട്, ക്രിസ്ത്യാനികള്. അവര് തന്നെ ഈ ജിഹാദി കൂട്ടങ്ങളെ ഇപ്പോൾ പ്രീണിപ്പിക്കുന്ന രൂപത്തിലേക്ക് വാർത്തകൾ ചെയ്യുന്നു, വാർത്തകൾ ബാലൻസ് ചെയ്യുന്നു. അതിനെ സംബന്ധിച്ചിട്ടാണ് അവരാ സംസാരിക്കുന്നത്. മറുനാടൻ നേർക്കുനേരെ സത്യസന്ധമായി വാർത്തകൾ കൊടുക്കുന്നു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കണ്ട എന്നാണ് റീന പറയുന്നത്. അതിന് റീന കാരണങ്ങളും എണ്ണി പറയുന്നുണ്ട്. വസ്തുതകൾ പറയുമ്പോൾ എന്തിനാണ് ഒരാളോട് അനാവശ്യമായിട്ട് വെറുക്കുന്നത്? ഒരു വ്യക്തിയെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ. അവര് പറയുന്ന അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം. അത് നമ്മുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. വഖഫ് വിഷയം ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ നിന്ന അവരെ തള്ളി മാറ്റി
ഇന്നലെ വന്ന കമ്മിക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവർക്ക് മുന്നിൽ വെച്ചൊരു അച്ഛൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഈ വിഷയത്തിൽ മുസ്ലിം വിരോധം കടത്തിക്കൂട്ടുകയും ചില തൽപര കക്ഷികൾ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. ആരെയാ പറഞ്ഞത്? ഇതുവരെ ഇവരുടെ വിഷയം ലൈവാക്കി നിർത്തിയ, ഇവരെ ആരും ശ്രദ്ധിക്കാതെ നിന്നപ്പോൾ, ഇവരെ ആരും മൈൻഡ് ചെയ്യാതെ നിന്നപ്പോൾ, ഇവരുടെ പ്രശ്നങ്ങൾ ഒരാളും മുഖവിലക്കെടുക്കാതെ ഇരുന്നപ്പോൾ, ഇവർക്ക് നിർലോഭം നിസ്വാർത്ഥമായി പിന്തുണ നൽകിയ ആളുകളെ കറിയിലിടുന്ന കറിവേപ്പില പോലെ ഇവരുടെ ആവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തു പുറത്തിട്ടു. ആ വിഷയത്തെ കുറിച്ചിട്ടാണ് ആ യുവതി പറയുന്നത്. അത് അവരുടെ അഭിപ്രായമാണ്. അത് പറയാൻ ഇന്ത്യൻ സിറ്റിസൺസ് എന്ന നിലയിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരെന്തിനാണ് അങ്ങനെ പറയുന്നത്? അവര് പറയുന്നത് എന്തിനാണ് കേൾപ്പിക്കുന്നത്? അവര് പറയുന്നത് നമ്മൾ കേൾക്കണം. ഒരു റിവ്യൂ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? അവര് പറയുന്നത് എടുത്തിട്ട് ആ അഭിപ്രായത്തോട് യോജിക്കാനും വിയോജിക്കാനും നമുക്ക് പറ്റും. ഈ ഇന്ത്യയുടെ സുന മുറിക്കാനാണ് നിഷാദെ ഇവർ ശ്രമിക്കുന്നത്. ഇന്ത്യയെ ഇവർക്കൊരു മാപ്പിളസ്ഥാനായിട്ട് മാറ്റണം. ഈ രാജ്യത്തെ മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അമുസ്ലിങ്ങളായ കാഫിറുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം. പാകിസ്ഥാൻ പോലും ആ രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത ആളുകളുടെ സമ്പത്ത് പൊതുസ്വത്താക്കി പാവങ്ങൾക്ക് വീതിച്ച് നൽകുന്ന ഏർപ്പാട് സ്വീകരിച്ചപ്പോൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും ഇസ്ലാം മതത്തിന്റെ ആളുകൾ പാകിസ്ഥാൻ രൂപീകരിച്ച് പോയിട്ടും ആ പലായനം ചെയ്യപ്പെട്ട ആളുകളുടെ ഭൂമി എന്ത് നിലപാടിലാണ്, ഏതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെഹ്റുവും ടീമും ഇവർക്ക് കൊടുക്കുന്നത്? വഖഫിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? സ്വാതന്ത്ര്യം കിട്ടി വർഷം ഇത്രയായിട്ടും ഇതുവരെ ഒരാളും ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല, വിമർശിച്ചിട്ടില്ല, എതിരഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വഖഫിന്റെ വിഷയം ഇത്രയും രൂക്ഷമായപ്പോഴല്ലേ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്? അപ്പോഴല്ലേ അവർക്ക് ഇങ്ങനെ ഒരു വഖഫ് ആക്ട് ഉണ്ടോ, ഇങ്ങനെ ഒരു വഖഫ് ബോർഡ് ഉണ്ടോ, ആ ബോർഡിന് എത്രത്തോളം എന്നാൽ ആരുടെ ഭൂമിയും ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരമുണ്ടോ? ചെറിയ കുട്ടികൾ കളിപ്പാട്ടം ചൂണ്ടിക്കാണിച്ചിട്ട് അതിനുവേണ്ടി വാശി പിടിച്ച് കരയുന്നത് പോലെ ഏത് ഭൂമിയും തൻ്റെതാക്കി മാറ്റാൻ, ഏത് വിലയുള്ള ഭൂമിയും ഏത് വില കൂടിയ മൂല്യമുള്ള വസ്തുവും തൻ്റെതാക്കി മാറ്റാനുള്ള വഖഫ് ബോർഡിന്റെ ഈ തീരുമാനത്തെ എതിർക്കാൻ, ഈ തീരുമാനത്തെ വിമർശിക്കാൻ, ഈ നിയമത്തെ എതിർക്കാൻ നമുക്ക് കഴിയണം. കാരണം എന്താ? നമ്മൾ ജനാധിപത്യ ഭരണമുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്ക് വേണ്ടത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മേലെ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യൻ എഴുതി പിടിപ്പിച്ച ആ നിയമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ആക്ഷേപം മറ്റൊന്നുമില്ല. ഇതിൽ പരം നാണം കെട്ട വസ്തുത മറ്റൊന്നും തന്നെയില്ല. ഈ ജനാധിപത്യ രാജ്യത്ത് ലോകോത്തര ഭരണഘടനയെ വെട്ടിക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് ആ ഭരണഘടനയെയും ചവിട്ടി മെതിച്ച് 6-ാം നൂറ്റാണ്ടിന്റെ മതനിയമമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയപ്പോഴല്ലേ നമ്മൾ മനസ്സിലായത്? ഇത് നമുക്കിപ്പോഴല്ലേ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? ഈ രാജ്യത്ത് ഇവിടെ ഒരു മത നിയമം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമായിരുന്നോ? നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? ഇപ്പോ കണ്ടോ വഖഫ് നിയമം വന്നതോടുകൂടി വഖഫ് ബോർഡിന്റെ അവകാശവാദം പാർലമെന്റാണോ, സുപ്രീം കോടതിയാണോ, തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനിയാണോ, ഹൈക്കോടതിയാണോ, അംബാനിയുടെ വീടാണോ, ഇതെല്ലാം നാളെ വഖഫിന്റെ കീഴിലായി മാറും. ശബരിമല വരെ എത്തി. താജ്മഹൽ നമ്മുടേതാണെന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടു വന്നു. ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി ഓടിച്ചു, പോയി തെളിവുമായിട്ട് വരാൻ പറഞ്ഞു. പിന്നീട് ഒരാളും അതുവഴി വന്നിട്ടുമില്ല. അപ്പൊ ഇതിനെ എതിർക്കുമ്പോൾ നമ്മളെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. നന്ദി. അതേ പ്രാകൃതമായ മതം, പ്രാകൃതമായ നിയമം പറയാനുണ്ടോ?
നമുക്കിനി വീണ്ടും കാണാം. നമ്മുടെ അഡ്മിന്മാരെല്ലാവരും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവർക്കും നന്ദി. അനിൽകുമാർ സ്റ്റാർട്ടിങ് മുതലുണ്ട്. കാണാം. ഹായ്, ഗുഡ് നൈറ്റ്. പിന്നെ പറയാം കേട്ടോ ലാസ്റ്റ് ലൈവിൽ. രഞ്ജിനി വരാൻ താമസിച്ചു പോയില്ലേ? ഓക്കെ, ബൈ ബൈ.